വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 30K ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. കട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ഉണ്ട്. നാട്ടിലൊക്കെ പോയപ്പോൾ വാങ്ങിയതാണ്. അത് ഒരു 1 മന്തും 2 മന്ത്സ് ഒക്കെ ഉപയോഗിച്ച കുറച്ച് സാധനങ്ങൾ എനിക്ക് നല്ല ബെനിഫിഷ്യലാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ ഞാനൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ലക്ഷറി ഇൻസെൻസ് കോൺസ് ആണ്. നമ്മളുടെ ചന്ദനത്തിരിയൊക്കെ നമ്മൾ കത്തിച്ച് വെക്കില്ലേ, അതുപോലെ തന്നെ കോൺ ആയിട്ടുള്ള ഒരു ഇൻസെൻസ് കോൺസ് ആണിത്. ഇത് ഞാൻ ഫൂൾ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു കോൺസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്മെല്ലാണ് നമുക്ക് തരുന്നത്. ഇതിപ്പോൾ സാൻഡൽവുഡിൻ്റെ ഉണ്ട്, ഇതുപോലെ ഡിഫറെൻ്റ് ഉണ്ട്. ഞാൻ ജാസ്മിൻ വാങ്ങിച്ചായിരുന്നു, സാൻഡൽവുഡ് ഉണ്ട്. അങ്ങനെ അതിലൊരു ബോക്സ് ഏകദേശം കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാൻഡൽവുഡിൻ്റെ എടുത്തത്. ഇത് നമ്മൾ വീടെല്ലാം നല്ല ഫ്രഷ് സ്മെല്ലായിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് ഒത്തിരി നല്ലൊരു സംഭവമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അത് പരിചയപ്പെടുത്തുകയാണ്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസെൻസ് കോണില്ലേ, അത് നമുക്ക് എല്ലായിടത്തും അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ബർണർ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് കോൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊടിയെല്ലാം എന്തോ അതുപോലെ കിടക്കും, അതുകൊണ്ട് പോയി കളയാനും പറ്റും. ഇത് ഞാൻ കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസെൻസ് കോണിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിത് ഒരുപാട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടോ, അതിൻ്റെ ഒരു ക്ലേയുടെ ഒരു കുഞ്ഞ് കോൺ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ പോട്ട് പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് ക്ലേയുടെ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമുക്കിങ്ങനെ കോൺ വെച്ചിട്ട് ഇത് കത്തിച്ച് വെക്കാം. അപ്പോഴാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു ടീ പോട്ടാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്കിത് ഗ്യാസിലും വെക്കാം. ഗ്ലാസിൻ്റെ ഒരു ടീ പോട്ടാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ടീ പൗഡറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ ടീ മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ തേയിലയുടെ ബാക്കി വരുന്നതൊക്കെ കളയാനും ഒക്കെ വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ടീ പോട്ട് ഇതാ നല്ല രീതിയിൽ വെള്ളം ബോയിലായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ടീ പൗഡർ ഇട്ട് കൊടുക്കാം. എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാളും ആട്ടോ കൂടെ ഉള്ളത്. അപ്പം മാളുക ടീ പൗഡറൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ഹാൻഡിൽ ഭയങ്കര ചൂടാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതിനൊരു ചൂടും ഇല്ല. കണ്ടോ, നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പൊക്കി എടുക്കാൻ പറ്റും. അപ്പം കണ്ടോ, അപ്പം നമ്മളുടെ ടീയുടെ സംഭവം റെഡി ആയിരിക്കുകയാണ്. സൂപ്പർ അല്ലേ? കണ്ടോ, നമ്മളുടെ ടീ പൗഡർ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് അതെടുത്ത് കളയാം. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഗ്യാസിൽ നിന്ന് ഇറക്കി വയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന സിലിക്കോണിൻ്റെ ഒരു സംഭവമാണിത്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ കൈയൊന്നും കൊള്ളാതെ എന്ത് സാധനവും നമുക്ക് എടുക്കാൻ പറ്റും. എന്തായത്, ഇത് ആപ്പിൾ കട്ടർ. ആപ്പിൾ കട്ട് ചെയ്യാം, അതുപോലെയുള്ള ഇത് ഫ്രൂട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആപ്പിൾ എടുത്ത് അതിൻ്റെ എന്താ പറയുക കുരു എല്ലാം കളഞ്ഞ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആപ്പിളോടെ വയ്ക്കുക, ഒറ്റ പ്രസ്, റെഡി. സ്റ്റിക്കേഴ്സ്, നമുക്ക് കിച്ചണിൽ ജാറിലെല്ലാം ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ്. ഷുഗർ, ടീ, സ്പൈസസ്, അങ്ങനെ പലതും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സ്. പൂരിയൊക്കെ നമുക്ക് പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അതിനെ മാവെടുത്ത് കഴിക്കുക, ഒരു പ്രസ് കൊടുക്കുക, പൂരിയാവും. എന്നിട്ട് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റമാണ്. ഇതും ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് പറയാത്ത കേട്ടോ. ഇതൊരു ഗ്ലാസ് വെയറാണ്. നമുക്ക് ഇതുണ്ട് ഇതേപോലെ ഒരു വുഡൻ ലിഡൊക്കെ ആയിട്ടുള്ള ഒരു ഗ്ലാസ് വെയറാണ്. അതിൻ്റെ കൂടെ ഗ്ലാസിൻ്റെ തന്നെ ഒരു സ്ട്രോയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജ്യൂസോ മൊയ്റ്റോ ഒക്കെ നല്ല കിടിലനായിട്ട് സെർവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. നമുക്ക് ലിഡ് ഇങ്ങനെ വെച്ചിട്ട് സൂപ്പർ ഐറ്റം. ഇത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. നല്ല കട്ടിയുള്ള ഗ്ലാസ്സുമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കോണില്ലേ. കോൺ നമ്മൾ നന്നായിട്ട് ആവിയിലൊക്കെ എന്താ പറയുക ബേക്ക് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒത്തിരി നല്ലൊരു സാധനമാണ് കോൺ. അപ്പം ആ കോൺ നമുക്ക് അത് എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. കൈകൊണ്ടാണെങ്കിലും ചിലർ ഫോർക്ക് വെച്ചിട്ടൊക്കെ ശ്രമിക്കുന്നതാണ്.
അത് ഈസി ആയിട്ട് നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇതാണ് അടുത്ത ഐറ്റം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ തപ്പിയെടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ അതിനകത്ത് ലിങ്ക് ഉണ്ടാവും, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. ഹണി സ്റ്റോറേജിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഹണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും അത് യൂസ് ചെയ്തിട്ട് വെച്ച് കഴിയുമ്പോൾ അതിനൊരു സ്റ്റിക്കി ഫീലിംഗ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കഴുകിയൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹണി ഉപയോഗിക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ അത് വെച്ചേക്കുന്ന സ്ഥലത്തൊന്നും ആ ഹണിയുടെ ഒന്നും വീഴുമോ ഒന്നുമില്ല. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചൊരു ഐറ്റമാണ്. അടുത്തതൊരു ചെറിയൊരു ഐറ്റമാണ്, പക്ഷെ ഉപയോഗം ഭയങ്കര വലിയൊരു ഉപയോഗമുള്ളൊരു സംഭവമാണ്. നമ്മളുടെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ആൽമണ്ടും കാഷ്യും ഒക്കെ ക്രഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്തത്. ആകെ 2 ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസസ് ആണ്, പക്ഷെ ആള് നിലത്തിടില്ല സംഭവം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് തന്നിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് വാങ്ങിച്ചു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളിത് വാങ്ങിച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തന്നെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.